അപ്പോൾ ഈ പ്രദോഷവ്രതം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഫലം? അപ്പോൾ ഒന്ന്, സ്ത്രീകൾക്ക് നെടുമാംഗല്യം വരും. വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് വിവാഹം കഴിയും. ഭർത്താവ് നേരെ ഏതെങ്കിലും കാരണവശാൽ പിണങ്ങി നിൽക്കുന്നവർക്ക്, വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന രൂപത്തിൽ നേരെ കലഹിച്ച് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നവർക്കൊക്കെ യോജിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമ്പൂർണ്ണ ആ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം, നെടുമാംഗല്യം, വിവാഹലബ്ധി, അതേപോലെ തന്നെ കുടുംബത്തിലെ എല്ലാ ചേർച്ചകളും, ഇതാണ് പ്രദോഷവ്രതത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയും. അപ്പം അതാണ് നേരെ പ്രദോഷത്തിൻ്റെ പ്രത്യേകത പറയാം. ആ പ്രദോഷത്തിന് മറ്റൊരു ചില പ്രത്യേകതകൾ, തിങ്കളാഴ്ചയും പ്രദോഷവും കൂടി വന്നു കഴിഞ്ഞാൽ, നേരെ തിങ്കളാഴ്ച പ്രദോഷവ്രതവും കൂടി ചേർന്നാൽ പ്രത്യേകതയുണ്ട്. അതേപോലെ ശനിയാഴ്ചയും പ്രദോഷം, ശനിപ്രദോഷം എന്ന് പറയും. അപ്പോൾ ശനിപ്രദോഷം വന്നു കഴിഞ്ഞാലും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും. എല്ലാ പ്രദോഷത്തിനേക്കാളും കുറച്ചുകൂടി മുന്നോട്ട് തിങ്കൾ ആഴ്ച വരുന്നതായിരിക്കുന്ന പ്രദോഷം, ശനിയാഴ്ച വരുന്ന പ്രദോഷം, ആ പ്രദോഷത്തിനാണ് ഏറ്റവും കൂടുതൽ നേരെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നത്. അപ്പം അങ്ങനെയാണ് നിരവധി കഥകൾ ആ രൂപത്തിലാണ് വരിക. അപ്പോൾ ഒരിക്കൽ നേരെ ഒരു തോണിയിൽ നേരെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ ഭാര്യയും ഭർത്താവും പോയ സമയത്ത് തോണി മറിഞ്ഞ് ഭർത്താവ് മരിച്ചുപോയി എന്നെല്ലാവരും പറഞ്ഞു. ആ രാജകുമാരി മാത്രമായി. അപ്പോൾ അവളോട് പറഞ്ഞു, പ്രദോഷം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രദോഷം എടുത്ത് 41 പ്രദോഷം എടുത്തപ്പോഴേക്കും നേരെ നഷ്ടപ്പെട്ടു പോയ ഭർത്താവ് നേരെ ദൂരെ പോയിട്ട് സമുദ്രതീരത്താണ് അടിഞ്ഞത്. അവിടെ നിന്ന് പ്രദോഷത്തിൻ്റെ അന്ന് തിരിച്ചെത്തി. അങ്ങനെയുള്ള നിരവധി പ്രദോഷത്തിൻ്റെ കഥകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രദോഷത്തിൻ്റെ പ്രത്യേകത അതാണ്. അത് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് ബ്രാഹ്മണൻ മുതൽ ചണ്ഡാളൻ വരെ ആ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നു.